ഇംഗ്ലീഷിൽ ചില വേർഡ്സുകളുണ്ട്. അത് പറയുമ്പോൾ ഒരുപോലെ ആയിരിക്കും, എന്നാൽ അതിന്റെ മീനിങ്ങിലും അതുപോലെ തന്നെ സ്പെല്ലിങ്ങിലും വ്യത്യാസമുണ്ടായിരിക്കും. അത്തരം വേർഡ്സുകളെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹോമോഫോൺസ് എന്നാണ്. അത്തരം വേർഡ്സുകൾക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ആണ് സൺ. സൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ മകനെയും പറയും, അതുപോലെ തന്നെ സൂര്യനെയും സൺ എന്ന് തന്നെയാണ് പറയുന്നത്. അത് പറയുമ്പോൾ ഒരുപോലെയാണ്, എന്നാൽ അതിന്റെ സ്പെല്ലിങ്ങിലും അതുപോലെ തന്നെ അതിന്റെ മീനിങ്ങിലും വ്യത്യാസമുണ്ട്. മറ്റൊരു വേർഡാണ് സീ. സീ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കാണുക എന്നതിനും പറയും, അതുപോലെ തന്നെ കടൽ എന്നതിനും നമ്മൾ സീ എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത വേർഡാണ് ഹിയർ. ഹിയർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കേൾക്കുക എന്നതിനും പറയും, അതുപോലെ തന്നെ കം ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൊക്കേഷനെ കാണിക്കാനും ഹിയർ എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത വേർഡാണ് റൈറ്റ്. റൈറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നതിനെയും പറയും, അതുപോലെ തന്നെ അവകാശത്തിനെയും നമ്മൾ റൈറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത വേർഡാണ് ടു. ടു എന്നുള്ള വേർഡ് നമ്മൾ ഒരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ടു എന്നുള്ള ഡിജിറ്റിനെ സൂചിപ്പിക്കാനും നമ്മൾ ടു എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത വേർഡാണ് ബൈ. ബൈ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വാങ്ങുക എന്നതിനെയും ബൈ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കഥയോ അല്ലെങ്കിൽ നോവലോ റിട്ടൺ ബൈ, അതായത് ആ ഒരു ആരാണ് എഴുതിയതെന്ന് സൂചിപ്പിക്കുന്നതിനും ബൈ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് അല്ലെങ്കിൽ അരികെ എന്ന് കാണിക്കാനും ബൈ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം വേർഡ്സിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹോമോഫോൺസ് എന്നാണ്.